Network News is brought to you in association with Gallericals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Golden Diamond, Gold, Diamond, Silver and Birthstone. Malabar Golden Diamonds, celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyanur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. വാർത്തകളിലേക്ക്. LDF പയ്യന്നൂർ മണ്ഡലം വികസന മുന്നേറ്റ ജാഥയ്ക്ക് കാനായി മേലോത്തുംചാലിൽ തുടക്കമായി. CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ജാഥ ഉദ്ഘാടനം ചെയ്തു. LDF പയ്യന്നൂർ മണ്ഡലം വികസന മുന്നേറ്റ ജാഥയ്ക്ക് കാനായി മേലോത്തുംചാലിൽ തുടക്കമായി. കഴിഞ്ഞ 10 വർഷത്തിനിടെ LDF സർക്കാർ നടപ്പിലാക്കിയ വികസന നേട്ടങ്ങൾ ജനങ്ങൾക്ക് മുൻപിൽ വിശദീകരിക്കാനാണ് പയ്യന്നൂർ മണ്ഡലം വികസന മുന്നേറ്റ ജാഥ സംഘടിപ്പിക്കുന്നത്. ഫെബ്രുവരി 13 മുതൽ 16 വരെയാണ് ജാഥ. TI മധുസൂദനൻ ജാഥ ലീഡറും P സന്തോഷ് ജാഥ മാനേജറുമാണ്. CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ജാഥ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്താകെ ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും സമ്പൂർണമായ കരാർ നിയമനമാണ്. സർക്കാർ സർവീസിൽ ഉൾപ്പെടെ പൂർണ്ണമായ കരാർ നിയമനമാണ്. PSC നിയമനം എന്ന് പറയുന്ന ഏർപ്പാടേ ഇല്ല. നമ്മുടെ കേന്ദ്ര സർവീസ് അതിലേക്ക് നിയമനം നടത്തുന്ന UPSC മുമ്പ് UPSC അടുക്കളയിൽ നിയമനം നടത്തും, അവർ പരീക്ഷയും നടത്തും. P ഗംഗാധരൻ ചടങ്ങിൽ അധ്യക്ഷനായി. TI മധുസൂദനൻ MLA, അഡ്വക്കേറ്റ് P സന്തോഷ്, അഡ്വക്കേറ്റ് സരിൻ ശശി, V നാരായണൻ, C കൃഷ്ണൻ, KV ബാബു, P ജയൻ, ഇക്ബാൽ പോപ്പുലർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. കോറോം സെൻട്രൽ, കാങ്കോൽ, പുത്തൂരമ്പലം, വടക്കേ മണക്കാട് എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം ആദ്യ ദിവസത്തിലെ പര്യടനം ഓണക്കുന്നിൽ സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ധനരാജ് രക്തസാക്ഷി ഫണ്ട് തിരിമറി കണക്ക് പറയാൻ CPM തയ്യാറാകണമെന്നും അല്ലാത്ത പക്ഷം ജനകീയ കോടതിയിൽ CPM-നെ കൊണ്ട് കണക്ക് പറയിക്കുമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി പഴയങ്ങാടിയിൽ നടത്തിയ ഷുഹൈബ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രക്തസാക്ഷി ഫണ്ട് കണക്കു പറയാതെ വന്നാൽ കൊലപാതകങ്ങൾ നടത്തുന്ന കൊടിച്ചുനിമാരെ തീറ്റിപ്പോറ്റാനായി ഫണ്ട് ചിലവഴിച്ചെന്ന് കരുതേണ്ടി വരുമെന്നും അടുത്ത കാലത്താണ് തടവുകാരുടെ കൂലി വർദ്ധിപ്പിച്ചത്. ഈ 640 രൂപ കൂലി വാങ്ങാൻ താമസിയാതെ N വാസു, K പത്മകുമാർ, കടകംപള്ളി സുരേന്ദ്രൻ, ഭാഗ്യമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എന്നും ഷുഹൈബ് വധക്കേസിലെ പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കാനുള്ള നിയമപോരാട്ടം വിജയിക്കുമെന്നും ഷുഹൈബ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ് പറഞ്ഞു. പത്മകുമാർ അടക്കമുള്ള ആളുകളുടെ കൂട്ടത്തിൽ കടകംപള്ളി സുരേന്ദ്രനും കടന്നുവരും, വാസവനും കടന്നുവരും, ഭാഗ്യമുണ്ടെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് അന്ന് ജയിലിനകത്തേക്ക് കടന്നുവരും. 640 രൂപ കൂലി വാങ്ങാനുള്ള അവസരം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കാൻ വേണ്ടി കൂടി ഈ അവസരം ഉപയോഗിക്കുകയാണ്. രക്തസാക്ഷി ഫണ്ട് ഉൾപ്പെടെ അടിച്ചു മാറ്റിയ ആളുകളെ ന്യായീകരിച്ചുകൊണ്ടാണല്ലോ കഴിഞ്ഞ ദിവസം ഗോവിന്ദ മാഷയുടെ യാത്ര കടന്നുപോയത്. അനുസ്മരണ സമ്മേളനത്തിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ മുഖ്യപ്രഭാഷണം നടത്തി. ബിനു ചുള്ളിയിൽ, ശ്രവൺ റാവു, VP അബ്ദുൾ റഷീദ്, MB ഉണ്ണികൃഷ്ണൻ, റിജിൽ മാക്കുറ്റി, മുഹമ്മദ് ബ്ലാത്തൂർ, സുദീപ് ജെയിംസ്, ജോമോൻ ജോസ്, VP അബ്ദുൾ റഷീദ്, നൌഷാദ് വാഴവളപ്പിൽ, അഡ്വക്കേറ്റ് K ബ്രിജേഷ് കുമാർ, അജിത് മാട്ടൂൽ, രാഹുൽ വെച്ചിയോട്ട്, ജംഷീർ പള്ളിവയൽ, P മുഹമ്മദ്, സന്ദീപ് പാണപ്പുഴ, രാഹുൽ പൂങ്കാവ്, മഹിത മോഹൻ, സൗമ്യ സത്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനന് പതാക കൈമാറി അനുസ്മരണ റാലി ഉദ്ഘാടനം ചെയ്തു. അടുത്തലയിൽ നിന്നും ആരംഭിച്ച യുവജന റാലി പഴയങ്ങാടിയിലെ സമ്മേളന നഗരിയിൽ സമാപിച്ചു. വൻ ജനാവലിയാണ് റാലിയിലും സമ്മേളനത്തിലും പങ്കെടുത്തത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.
നഗരസൗന്ദര്യവത്കരണത്തിന്റെ ഭാഗമായി പയ്യന്നൂർ ടൗണിൽ റോഡിനിരുവശത്തുമായി നഗരസഭ സ്ഥാപിച്ച പൂച്ചെടികൾ സംരക്ഷണമില്ലാതെ നശിക്കുന്നു. ലക്ഷങ്ങൾ ചെലവഴിച്ച് നഗരസഭ നടപ്പിലാക്കിയ പദ്ധതിയാണ് നശിക്കുന്നത്. പയ്യന്നൂർ പെരുമ്പാപ്പാലം മുതൽ ടൗണിൽ സെന്റ് മേരീസ് സ്കൂൾ വരെയുള്ള ഭാഗത്താണ് ഫുട്പാത്തിൽ റോഡിനിരുവശത്തുമായി ചട്ടികളിൽ ചെടികൾ വച്ചുപിടിപ്പിച്ചത്. ഈ പൂച്ചെടികളാണ് കടുത്ത ചൂടിൽ കരിഞ്ഞുണങ്ങുന്നത്. 2024 ജൂൺ 5 പരിസ്ഥിതി ദിനത്തിലാണ് നഗരസഭ പയ്യന്നൂർ ടൗണിൽ സൗന്ദര്യവൽക്കരണമെന്ന് പറഞ്ഞ് പൂച്ചെടികൾ വച്ചുപിടിപ്പിച്ചത്. തനതു ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപ ചിലവഴിച്ചായിരുന്നു പദ്ധതി നടപ്പിലാക്കിയത്. ഒരു സ്വകാര്യ ഏജൻസിയെയായിരുന്നു പൂച്ചെടികൾ സ്ഥാപിക്കാൻ ഏൽപ്പിച്ചത്. ഫുട്പാത്തിൽ പ്രത്യേകം സ്റ്റാൻഡുണ്ടാക്കിയാണ് ചെടിച്ചട്ടികൾ സ്ഥാപിച്ചത്. 1 വർഷക്കാലം ഇതിന്റെ പരിപാലനവും ചെടികൾ സ്ഥാപിച്ച ഏജൻസി തന്നെ നടത്തണമെന്നായിരുന്നു വ്യവസ്ഥ. അവരുടെ സമയം കഴിഞ്ഞതോടെ പരിപാലനത്തിന് ആളില്ലാതായി. ഇടയ്ക്ക് നഗരസഭാ ജീവനക്കാർ തന്നെ ചെടികൾക്ക് വെള്ളമൊഴിക്കുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് വന്നതോടെ അതും ഇല്ലാതായി. ചില വ്യാപാരികൾ തങ്ങളുടെ കടകൾക്ക് മുന്നിലെ ചെടികൾക്ക് വെള്ളം നനയ്ക്കാറുണ്ട്. അങ്ങനെയുള്ള ഭാഗത്തെ ചില ചെടികൾ ഉണങ്ങിയിട്ടില്ല. ലക്ഷങ്ങൾ ചിലവഴിച്ച പദ്ധതി കരിഞ്ഞുണങ്ങുന്നത് കണ്ട് ജനം പ്രതിഷേധത്തിലാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. താവം റെയിൽവേ മേൽപ്പാലത്തിലെ അറ്റകുറ്റപ്രവൃത്തി ശനിയാഴ്ച ആരംഭിക്കും. 2 ആഴ്ച ഇതുവഴി ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചുകൊണ്ടാണ് പ്രവൃത്തി നടത്തുക. താവം റെയിൽവേ മേൽപ്പാലത്തിലെ അപകടക്കുഴികൾ നികത്താൻ നടപടിയായി. മേൽപ്പാലത്തിലെ അറ്റകുറ്റപ്രവൃത്തി ശനിയാഴ്ച മുതൽ ആരംഭിക്കും. നിലവിൽ പാലത്തിലെ കുഴികൾ യാത്രക്കാർക്ക് ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് വിജിൻ MLA ഇടപെട്ട് പ്രവൃത്തി നടത്താൻ തീരുമാനിച്ചത്. ഫെബ്രുവരി 14 ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ ഇതുവഴിയുള്ള ഗതാഗതം നിരോധിക്കും. JCB ഉപയോഗിച്ച് പാലത്തിലെ ടാറിംഗ് ഇളക്കി മാറ്റും. പാലത്തിന് മുകളിൽ മൈക്രോ കോൺക്രീറ്റ് ചെയ്ത് അതിനു മുകളിൽ ടാറിംഗ് നടത്തും. ഇതോടെ അപകട ഭീഷണിയാകുന്ന പാലത്തിലെ കുഴികൾ ഇല്ലാതാകും. പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നടപടി വേണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെടുന്നു. സമയബന്ധിതമായിട്ട് പൂർത്തിയാകണമെന്ന് ഒരു അപേക്ഷയുണ്ട്. പാപ്പശ്ശേരി പാലിന് പറയാൻ ആക്കരുത്. SSLC കുട്ടികളുടെ എക്സാമും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കുട്ടികൾക്കും യാത്രക്കാർക്കും അധികം ക്ലേശമില്ലാത്ത തരത്തിൽ യാത്രാക്ലേശം അനുഭവപ്പെടാത്ത തരത്തിൽ തന്നെ പെട്ടെന്ന് തന്നെ പണി പൂർത്തിയാക്കണമെന്ന് ഒരു അപേക്ഷയാണ്. കണ്ണൂർ ഭാഗത്തേക്കുള്ള ബസ്സുകൾ മേൽപ്പാലത്തിന് സമീപത്ത് നിന്ന് സർവീസ് നടത്തും. മാട്ടൂൽ പയ്യന്നൂർ ഭാഗത്തേക്കുള്ള ബസ്സുകൾ പഴയങ്ങാടിയിൽ നിന്ന് സർവീസ് നടത്തും. ചെറുവാഹനങ്ങൾ താവം വേട്ടക്കുരുമകൻ ക്ഷേത്രം റോഡ് വഴി കടത്തിവിടും. ചരക്ക് വാഹനങ്ങൾ ദേശീയപാത വഴി കടന്നു പോകണം. കൃത്യമായ രീതിയിൽ പ്രവൃത്തി നടത്താൻ കൂടുതൽ സമയം ആവശ്യമാണ്. പരമാവധി 2 ആഴ്ച കൊണ്ട് പ്രവൃത്തി പൂർത്തിയാക്കാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും വിജിൻ MLA അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. മലിനജലം ഒഴുക്കലും മാലിന്യം വലിച്ചെറിയലും മാടായി പുതിയങ്ങാടിയിൽ മാലിന്യ നിക്ഷേപകർക്ക് പിഴയിട്ട് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. മാടായി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ പുതിയങ്ങാടിയിൽ പ്രവർത്തിച്ചു വരുന്ന മൊയ്തീൻ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള ക്വാർട്ടേഴ്സിനും ദുബായ് ഹോട്ടൽ കെട്ടിടമുടമയ്ക്കും പിഴ ചുമത്തി. ഹോട്ടലിൽ നിന്നുള്ള മലിനജലവും കെട്ടിട ഉടമയുടെ തന്നെ സമീപത്തായി സ്ഥിതി ചെയ്യുന്ന മറ്റൊരു കെട്ടിടത്തിൽ നിന്നുമുള്ള മലിനജലവും പൊതുചാലിലേക്ക് ഒഴുക്കിവിട്ടതിന് കെട്ടിട ഉടമയായ അബ്ദുൽ കരീം എന്നയാൾക്ക് 20,000 രൂപ സ്ക്വാഡ് പിഴ ചുമത്തി. കൂടാതെ ഉടമയുടെ സ്ഥലത്ത് തന്നെ വലിയ തോതിൽ ജൈവ അജൈവ മാലിന്യങ്ങൾ തള്ളിവരുന്നതായും കണ്ടെത്തി. ഹോട്ടലിന് സമീപം സ്ഥിതി ചെയ്യുന്ന പൊതുചാലിൽ മലിനജലം കെട്ടിക്കിടന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സ്ക്വാഡ് പരിശോധന നടത്തിയത്. പൊതുചാൽ വൃത്തിയാക്കാനുള്ള നിർദ്ദേശം സ്ക്വാഡ് മാടായി ഗ്രാമപഞ്ചായത്തിന് നൽകി. മൊയ്തീൻ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള ക്വാർട്ടേഴ്സ് കെട്ടിടത്തിൽ നടത്തിയ പരിശോധനയിൽ ക്വാർട്ടേഴ്സിന്റെ പലയിടങ്ങളിലായി ജൈവ അജൈവ മാലിന്യങ്ങളും നിരവധി പ്ലാസ്റ്റിക് മാലിന്യങ്ങളും വലിച്ചെറിഞ്ഞ നിലയിലും കത്തിച്ച നിലയിലും കാണപ്പെട്ടു. ഇതുവരെ ക്വാർട്ടേഴ്സിൽ നിന്നും ഹരിതകർമ്മസേനയ്ക്ക് മാലിന്യങ്ങൾ കൈമാറി വന്നിരുന്നില്ല എന്നും കണ്ടെത്തി. ക്വാർട്ടേഴ്സ് ഉടമയ്ക്ക് സ്ക്വാഡ് 10,000 രൂപയും പിഴയിട്ടു. പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ അഷറഫ് PP, സ്ക്വാഡ് അംഗം അലൻ ബേബി, ദിബിൽ CK, മാടായി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ആര്യലക്ഷ്മി SJ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചെറുതാഴം പഞ്ചായത്തിലെ വിവിധ പാടശേഖരങ്ങളിൽ കൊയ്യാനായ നെൽകൃഷി കാട്ടുപന്നികൾ വ്യാപകമായി നശിപ്പിച്ചിരിക്കുകയാണ്. പന്നി കൃഷിസ്ഥലത്ത് ഇറങ്ങാതിരിക്കാൻ വിവിധ മുൻകരുതലുകൾ സ്വീകരിച്ചെങ്കിലും അതിന് കാര്യമായ മാറ്റമുണ്ടായില്ല. ചെറുതാഴം പഞ്ചായത്തിലെ അറത്തിൽ, പുറച്ചേരി, കാരാട്ട്, കുളപ്പുറം, പെരിയാട്ട് പാടശേഖരങ്ങളിൽ കൊയ്യാനായ നെൽകൃഷി കാട്ടുപന്നികൾ വ്യാപകമായി നശിപ്പിച്ചിരിക്കുകയാണ്. പന്നി കൃഷിസ്ഥലത്ത് ഇറങ്ങാതിരിക്കാൻ വിവിധ മുൻകരുതലുകൾ സ്വീകരിച്ചെങ്കിലും അതിന് കാര്യമായ മാറ്റമുണ്ടായില്ല. പകൽ സമയങ്ങളിൽ പോലും കാട്ടുപന്നികൾ വയലിൽ ഇറങ്ങി കൃഷി നശിപ്പിക്കുകയാണെന്ന് കർഷകർ ആരോപിക്കുന്നു. വനം വകുപ്പിന്റെ ലൈഫ് ഗാർഡ് പന്നികളെ പിടിക്കാൻ എത്തിയെങ്കിലും പന്നികളെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല.
കർഷക സംഘം മാടായി ഏരിയ സെക്രട്ടറി MV രാജീവന്റെ നേതൃത്വത്തിൽ കൃഷി നശിച്ച വയലുകൾ സന്ദർശിച്ച ശേഷം കർഷകർക്ക് അടിയന്തര നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. M. വിജിൻ MLA നയിക്കുന്ന കല്യാശ്ശേരി നിയോജകമണ്ഡലം വികസന സന്ദേശ ജാഥയ്ക്ക് ഏരിയം ആലക്കാട് തുടക്കമായി. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. കല്യാശ്ശേരി നിയോജകമണ്ഡലം വികസന സന്ദേശ ജാഥയ്ക്ക് തുടക്കമായി. M. വിജിൻ MLA ജാഥ ലീഡറായ വികസന സന്ദേശ ജാഥ ആലക്കാട് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. 140-ൽ 99 സീറ്റ് നേടി ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വന്നു. ഈ അധികാരത്തിൽ വന്നത് കേരള രാഷ്ട്രീയത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മാറ്റത്തിന്റെ ഭാഗമായിട്ടാണ്. ആ മാറ്റം ഇവിടെ സൃഷ്ടിച്ചത് ഇടതുപക്ഷമാണ്. നമ്മുടെ കേരളം ഒരുപാട് വളർന്ന് വികസിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരുപാട് വികസിക്കാനും മുന്നോട്ട് പോകാനുമുണ്ട്. ആ വികസനത്തിന്റെ ഒക്കെ ഒരു അടിസ്ഥാനം. ജാഥ മാനേജറും CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവുമായ K. പത്മനാഭൻ സ്വാഗതം പറഞ്ഞു. ബാബു രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. T. രാജൻ, T. ചന്ദ്രൻ, PP പ്രകാശൻ, PP ദാമോദരൻ, K. ഭാസ്കരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ജാഥ വിവിധയിടങ്ങളിലെ പര്യടനത്തിനു ശേഷം ഫെബ്രുവരി 16 വൈകിട്ട് 6 മണിക്ക് ചെമ്മരവയലിൽ സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. LDF പയ്യന്നൂർ മണ്ഡലം വികസന മുന്നേറ്റ ജാഥയ്ക്ക് കാങ്കോലിൽ സ്വീകരണം നൽകി. കാങ്കോൽ രാജൻ സ്ക്വയറിൽ നടന്ന സ്വീകരണ ചടങ്ങിന് TI മധുസൂദനൻ MLA നന്ദി പറഞ്ഞു. LDF പയ്യന്നൂർ മണ്ഡലം വികസന മുന്നേറ്റ ജാഥയ്ക്ക് കാങ്കോലിൽ സ്വീകരണം നൽകി. കാങ്കോൽ വായനശാല പരിസരത്തു നിന്നും ജാഥ ലീഡറായ TI മധുസൂദനൻ MLA ബൈക്കുകളുടെയും മറ്റും അകമ്പടിയോടെ സ്വീകരിച്ച് ആനയിച്ചു. കാങ്കോൽ രാജൻ സ്ക്വയറിൽ നടന്ന സ്വീകരണ ചടങ്ങിന് TI മധുസൂദനൻ MLA നന്ദി പറഞ്ഞു. വലിയ രീതിയിൽ ഇവിടെ പ്രചരണങ്ങളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ജാഥ എന്ന് ചിലപ്പോൾ ആരെങ്കിലും സംശയിച്ചു കൂടായില്ല. അവരെ കുറ്റം പറഞ്ഞിട്ട് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഈ ജാഥ കേരളത്തിൽ ഒരു മണ്ഡലത്തിൽ മാത്രമായിട്ട് നടക്കുന്ന ജാഥയല്ല. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും. P. ശശിധരൻ, KV ബാബു, M. രഞ്ജിത്ത്, PV ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സെമിനാർ പയ്യന്നൂർ റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. കേരള ബാങ്ക് വൈസ് ചെയർമാൻ TV രാജേഷ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സെമിനാർ പയ്യന്നൂർ റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. നവകേരളത്തിന് ജനകീയ ആസൂത്രണം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് 2026-27 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസന സെമിനാർ സംഘടിപ്പിച്ചത്. കേരള ബാങ്ക് വൈസ് ചെയർമാൻ TV രാജേഷ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ വ്യാവസായിക വികസനത്തെ ത്വരിതപ്പെടുത്താനും ഇൻവെസ്റ്റേഴ്സിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ചെറുകിട സംരംഭങ്ങളുടെ സക്സസ് റേറ്റ് കൂട്ടാനും വ്യവസായ നിയമങ്ങളിൽ സമയോചിതമായ ചില മാറ്റങ്ങൾ വരുത്താൻ സംസ്ഥാന സർക്കാർ ആലോചിച്ചു. ഞങ്ങളൊക്കെ MLA അന്ന് വ്യവസായ മന്ത്രി ശ്രീ ജയരാജൻ. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയി അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് KV പ്രീത, സെക്രട്ടറി K മോഹനൻ, കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്ത് പ്രസിഡന്റ് P അനസൂയ, രാമന്തളി പഞ്ചായത്ത് പ്രസിഡന്റ് ശശി OK, KG ബിന്ദുമോൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. വാർഷിക പദ്ധതി രൂപീകരണം, വികസന കാഴ്ചപ്പാട് എന്നിവയുടെ അവതരണം രവി രാമന്തളിയും കരട് പദ്ധതി നിർദ്ദേശാവതരണം K കമലാക്ഷനും നിർവഹിച്ചു. തുടർന്ന് ഗ്രൂപ്പ് ചർച്ചയും ക്രോഡീകരണവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പാട്ടിന്റെ യൗവനത്തിനുള്ള സംസ്ഥാന അവാർഡ് 79ാമത്തെ വയസ്സിൽ തനിക്ക് ലഭിച്ചെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ലെന്ന് സിനിമാ സംഗീത സംവിധായകനും ഗായകനുമായ PS വിദ്യാധരൻ മാസ്റ്റർ പറഞ്ഞു. ചീമേനി ചെമ്പ്രകാനത്ത് പുതുതായി അനുവദിച്ച ഗ്രാമീണ വിഷ്വൽ ആർട്സ് ടെറാക്കോട്ട വിപണന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാനെത്തിയതായിരുന്നു അദ്ദേഹം. മലയാളിക്ക് പ്രിയങ്കരനായ സംഗീത ചക്രവർത്തി വിദ്യാധരൻ മാഷ് കണ്ണും നട്ട് കാത്തിരുന്നിട്ടും എന്റെ കരളിന്റെ കരിമ്പുതോട്ടം കട്ടെടുത്തതാരാണ് എന്ന ഗാനം ആലപിച്ചതോടെ വേദിയിലും സദസ്സിലുമുള്ളവർ ഒരുപോലെ കരഘോഷം മുഴക്കി.
8 പതിറ്റാണ്ട് നീണ്ട ജീവിതത്തിനിടയിലെ പഴയകാലത്തെ പാട്ടോർമ്മകൾ ചീമേനി ചെമ്പ്രഗാനത്തെ ചടങ്ങിനിടയിൽ വിദ്യാധരൻ മാസ്റ്റർ ഓർത്തെടുത്തു. എന്റെ ഗ്രാമം എന്ന സിനിമയ്ക്കായി അദ്ദേഹം ഈണമിട്ട കൽപ്പാന്തകാലത്തോളം കാതരെ നീയൻ മുന്നിൽ എന്ന പാട്ടിനായി 9 തവണ ടേക്കെടുത്തത് അദ്ദേഹം എടുത്തു പറഞ്ഞു. യേശുദാസ് എന്ന അതുല്യ ഗായകൻ അന്ന് 2 ട്രാക്കുകളാണ് പാടിയത്. 1 മ്യൂസിക്, 2 പാട്ട്. ആ കാലമൊക്കെ മാറി. ഇപ്പോൾ ആധുനിക സാങ്കേതിക വിദ്യ പുതിയ തലമുറയ്ക്ക് എല്ലാം ഏറെ എളുപ്പമാക്കി മാറ്റിയതായി അദ്ദേഹം പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ ഉത്പാദന സേവന മേഖലയിൽ പ്രാധാന്യം നൽകി വികസന പദ്ധതികൾ നടപ്പാക്കും. 14-ാം പഞ്ചവത്സര പദ്ധതി 2026-27 വാർഷിക പദ്ധതി രൂപീകരണ ഗ്രാമസഭ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ജില്ലാ പഞ്ചായത്ത് അംഗം MV ഷീമ ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയിൽ നടപ്പിലാക്കി വരുന്ന പദ്ധതികൾ തുടരുമെന്നും പച്ചക്കറി കൃഷി പ്രോത്സാഹനത്തിന് പോളി ഹൗസുകൾ ആരംഭിക്കുമെന്നും കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയ്ക്ക് സ്ഥിരം സംവിധാനം ഒരുക്കുമെന്നും കാർഷിക മേഖലയിൽ യന്ത്രവൽക്കരണം നടപ്പാക്കുമെന്നും പരമ്പരാഗത ജലസ്രോതസ്സുകൾ വർദ്ധിപ്പിക്കുമെന്നും ക്ഷീരമേഖലയിൽ തനത് ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ തുടങ്ങുമെന്നും ചെറുകിട വ്യാവസായിക സംരംഭങ്ങൾ ആരംഭിക്കുമെന്നും വനിതാ സംരംഭകർക്ക് സഹായം ലഭ്യമാക്കുമെന്നും ആരോഗ്യരംഗത്തെ ജീവിതശൈലി രോഗനിയന്ത്രണം സാന്ത്വന പരിചരണം വ്യാപിപ്പിക്കുമെന്നും വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണം നടപ്പിലാക്കുമെന്നും ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുമെന്നും തുടങ്ങി വ്യത്യസ്തങ്ങളായ നിർദ്ദേശങ്ങൾ ഗ്രാമസഭയിൽ ജനപ്രതിനിധികൾ മുന്നോട്ട് വെച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം MV ഷീമ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബബിതകുമാരി ആർ അധ്യക്ഷയായി. TK ദിവാകരൻ, KV രാധാകൃഷ്ണൻ, KV ശ്രീധരൻ, KN ഗീത, ടീനിഷ, ആശിഷ് GS, ഷുക്കൂർ MKP, ഭാനുമതി, C നാരായണി എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതി രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന് M വിജിൻ MLA. നെരുവമ്പ്രം ടെക്നിക്കൽ ഹൈസ്കൂളിൽ നിന്നും വിരമിക്കുന്ന സൂപ്രണ്ട് K പ്രദീപിന് നൽകിയ യാത്രയപ്പ് ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏതായാലും അത് വളരെ വേഗതയിൽ തന്നെ പൂർത്തീകരിച്ച് നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ പറ്റും. അവസാന ഘട്ടത്തിലാണ് പണി. അവസാന ഘട്ടത്തിലെത്തിയപ്പോഴാണ് കുറച്ച് വിദ്യാഭ്യാസ രംഗത്ത് രാജ്യത്തിന് മാതൃകയാകുന്ന മികച്ച പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്നത്. ടെക്നിക്കൽ സ്കൂളുകളിലേക്കുൾപ്പെടെ വലിയ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. നെരുവമ്പ്രം ടെക്നിക്കൽ ഹൈസ്കൂളിൽ നിർമ്മിക്കുന്ന ആധുനിക സ്റ്റേഡിയം 1 മാസം കൊണ്ട് പൂർത്തിയായെന്നും M വിജിൻ MLA പറഞ്ഞു. സൂപ്രണ്ട് K പ്രദീപിന് MLA ഉപഹാരം നൽകി. കലാ, കായിക, സാഹിത്യ, ശാസ്ത്ര മേഖലകളിൽ തിളങ്ങിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ടിക്കറ്റ് വിൽപ്പന നടത്തിയ കുട്ടികൾ അനശ്വർ, ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് KN ഗീത അധ്യക്ഷത വഹിച്ചു. P സുധീർ, K ഷിജി, E സുരേഷ് ബാബു, KV വിനോദ് കുമാർ, ജേസൺ D ജോസഫ്, AP വത്സല, KV അശോക് കുമാർ, KV അരുൺകുമാർ, VP താജുനീസ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരാവകാശങ്ങൾ കേന്ദ്ര സർക്കാർ റദ്ദു ചെയ്യുകയാണെന്നാരോപിച്ച് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ പൗരാവകാശ ജാഥ നടത്തി. 15 കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിച്ച ജാഥ വൈകുന്നേരത്തോടെ തൃക്കരിപ്പൂർ ടൗണിൽ സമാപിച്ചു. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കിയ SIR വോട്ടർ പട്ടിക പരിഷ്കാരത്തിലൂടെ ആയിരക്കണക്കിന് പൗരന്മാരുടെ വോട്ടവകാശം ഇല്ലാതാക്കിയത് വിവേചനപരമാണെന്ന് ആരോപിച്ചാണ് സംഘടന പൗരാവകാശ ജാഥ സംഘടിപ്പിച്ചത്. SDPI തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൗരാവകാശ ജാഥ സംഘടിപ്പിച്ചത്. നീലേശ്വരം തൈക്കടപ്പുറം ബോട്ടുജെട്ടി പരിസരത്തു നിന്നും ആരംഭിച്ച ജാഥ മണ്ഡലത്തിലെ 15 കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിച്ച് തൃക്കരിപ്പൂർ ടൗണിൽ സമാപിച്ചു. സമാപന പൊതുയോഗം SDPI കാസർഗോഡ് ജില്ലാ ട്രഷറർ TI ഹാഷിഫ് ഉദ്ഘാടനം ചെയ്തു. ജാഥ ക്യാപ്റ്റൻ MDP റഫീഖ് അധ്യക്ഷത വഹിച്ചു. KA അഷ്കർ കളമശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി ഷരീഫ് പടന്ന, സെക്രട്ടറി റൈഹാന അബ്ദുള്ള, മുഹമ്മദ് കുഞ്ഞി മാവിലാടം, VP അസ്ലം, PM ഇസഹാഖ്, KVP സാബിർ, MV ഷൗക്കത്ത് എന്നിവർ സംസാരിച്ചു. നീലേശ്വരം തൈക്കടപ്പുറത്ത് പൗരാവകാശ ജാഥ SDPI കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് P ലിയാഖത്ത് അലിയാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.
കല്യാശ്ശേരി മണ്ഡലത്തിലെ സ്കൂളുകളിൽ AI റോബോട്ടിക് കമ്പ്യൂട്ടർ ലാബ് ഒരുക്കുമെന്ന് വിജിൻ MLA. മാട്ടൂൽ CH മുഹമ്മദ് കോയ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച കമ്പ്യൂട്ടർ ലാബ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. കല്യാശ്ശേരി മണ്ഡലത്തിലെ മുഴുവൻ ഹൈസ്കൂളുകളിലും MLA ഫണ്ട് ഉപയോഗിച്ച് കമ്പ്യൂട്ടർ ലാബ് ഒരുക്കും. മാട്ടൂൽ CH മുഹമ്മദ് കോയ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ MLA ഫണ്ടിൽ നിന്നും 12 ലക്ഷം രൂപ ചെലവിൽ 32 ലാപ്ടോപ്പ്, പ്രൊജക്ടർ എന്നിവ നൽകി. മണ്ഡലത്തിലെ 92 LP UP സ്കൂളുകളിൽ കമ്പ്യൂട്ടർ ലാബ് ഒരുക്കാൻ ലാപ്ടോപ്പ് നൽകിയിട്ടുണ്ട്. മണ്ഡലത്തിലെ ഒരു സ്കൂളിൽ AI റോബോട്ടിക് ലാബ് തുടങ്ങും എന്നും വിജിൻ MLA പറഞ്ഞു. PTA പ്രസിഡന്റ് അഷറഫ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപകൻ KP മുഹമ്മദ് ബഷീർ, C സൈനബ, VC ഹനീഫ, അലി KV, ഹാരിസ്, സൂസൻ സാമുവൽ, സരീഷ് ജോസഫ് എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കടന്നപ്പള്ളി വെള്ളാലത്ത് ശിവക്ഷേത്രം ശിവരാത്രി ആഘോഷത്തിന് തുടക്കമായി. മുന്നോടിയായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. കടന്നപ്പള്ളി വെള്ളാലത്ത് ശിവക്ഷേത്രം ശിവരാത്രി ആഘോഷത്തിന് തുടക്കമായി. ഫെബ്രുവരി 12 മുതൽ 16 വരെ തീയതികളിലാണ് ആഘോഷം നടക്കുന്നത്. മുന്നോടിയായി കിഴക്കേക്കര LP സ്കൂൾ പരിസരത്തു നിന്നും വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. നിരവധി പേർ അണിനിരന്നു. 14-ന് ഉച്ചയ്ക്ക് 12:30 മുതൽ പ്രസാദ ഊട്ട്, വൈകിട്ട് 6:30-ന് തിരുവത്താഴത്തിന് അരിയളക്കൽ, 6:45-ന് ദീപാരാധന, മഹാശിവരാത്രി ദിനമായ 15-ന് രാവിലെ മുതൽ ക്ഷേത്രാചാര്യൻ നടുവത്തുപുടിയൂർ വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ പ്രത്യേക പൂജാകർമ്മങ്ങൾ എന്നിവ നടക്കും. രാവിലെ 11 മണിക്ക് തുലാഭാരവും ഉണ്ടാകും. സമാപന ദിവസമായ ഫെബ്രുവരി 16-ന് പുലർച്ചെ 12 മണിക്ക് തായമ്പക, രാവിലെ 4 മണിക്ക് അരയാത്തറയ്ക്ക് നൃത്തം, 5-ന് അകത്തെഴുന്നള്ളത്ത് എന്നിവയുടെ ഉത്സവത്തിന് സമാപനമാകും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പുറച്ചേരി ഗവൺമെന്റ് UP സ്കൂൾ സംഘടിപ്പിക്കുന്ന കണ്ണിമാങ്ങ സഹവാസ ക്യാമ്പിന് തുടക്കമായി. ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് സനൂപ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. പുറച്ചേരി ഗവൺമെന്റ് UP സ്കൂൾ സംഘടിപ്പിക്കുന്ന കണ്ണിമാങ്ങ സഹവാസ ക്യാമ്പിന് തുടക്കമായി. ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് സനൂപ് മോഹൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ ക്യാമ്പിന്റെ പേര് തന്നെ ഏറെ കൗതുകകരവും നമുക്കെല്ലാം കൂടുതൽ ആഗ്രഹത്തോടു കൂടി പക്ഷേ ഒരു ഓർമ്മപ്പെടുത്തലിൻ്റെ ആവശ്യം ഈ പേരിലൂടെ തന്നെ നമുക്ക് അനുഭവപ്പെടും എന്നുള്ളത് തന്നെയാണ് ഈ പേരിൻ്റെ ഒരു സവിശേഷമായിട്ടുള്ളൊരു പ്രത്യേകത ഞാൻ കാണുന്നത്. വാർഡ് മെമ്പർ K നീതു അധ്യക്ഷത വഹിച്ചു. AJN, സിന്ധു മനോഹർ, KN രജനി, K സണ്ണി എന്നിവർ സംസാരിച്ചു. 2 ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിൽ നിരവധി പേർ ക്ലാസുകൾ എടുക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.